ഞാൻ രാഹുൽ ഗാന്ധിയോട്ട് കമ്മിറ്റ്മെൻ്റ് ഉള്ളൊരു ആളാണ്. ആ ഒരു രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്ന ആളൊന്നുമല്ല. പക്ഷേ ഇവിടെ രാഹുൽ ഗാന്ധി ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നവനെ ഞാൻ. കാരണം ഇവിടെ ഭരണമാറ്റം സംഭവിച്ചില്ലെങ്കിൽ വീണ്ടും ഈ BJP അധികാരത്തിൽ വന്നാൽ ഈ അടുത്തൊരു ഇലക്ഷൻ ഉണ്ടാവുമെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഒരാളാണ് രാഹുൽ ഗാന്ധി. വയനാട്ടിൽ ഒരുപാട് ആളുകൾക്ക് ഒരുപാട് ഉപകാരം ചെയ്തിട്ടുണ്ട്. നല്ലൊരു MP ആണ് ഞങ്ങളെ. മാർക്സിസ്റ്റ് പാർട്ടിയാണ്. അപ്പോൾ താങ്കൾ ശരിക്കും ഈ രാഹുൽ ഗാന്ധിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ്? ഞാൻ സപ്പോർട്ട് ചെയ്യും. നല്ലതാണെങ്കിൽ സപ്പോർട്ട് ചെയ്യും. നല്ലതാണോ? അപ്പോൾ നല്ലതാണ്. ഈ രാജ്യത്തിന് വേണ്ടിയിട്ട് രാപ്പകൽ കഷ്ടപ്പെടുന്ന ഒരു MP വയനാട്ടുകാർക്ക് കിട്ടുകയെന്ന് പറഞ്ഞാൽ ഇതിലേറെ സന്തോഷം വേറൊന്നുമില്ല എന്ന് എൻ്റെ ഒരു അഭിപ്രായം. അത് മാത്രമല്ല, മതേതര ഇന്ത്യക്ക് ഇനി ഒരു നേതൃത്വം കൊടുക്കാൻ കഴിയെങ്കിൽ രാഹുൽ ഗാന്ധി മാത്രമാണ്. വേറെ ആര് വിചാരിച്ചാലും കഴിയില്ല. വയനാട് ജില്ലയിൽ മൊത്തത്തിൽ അയാളെ കൊണ്ട് നല്ല അഭിപ്രായം എന്നല്ലാണ്ട് ഒരാൾക്കും ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാവില്ല. അദ്ദേഹം കൊറോണ കാലത്തും പ്രളയകാലത്തും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൈത്താങ് പദ്ധതി എടുത്തു പറയേണ്ട പദ്ധതികളല്ലേ. നൂറുകണക്കിന് ആളുകൾക്ക്, എത്ര ആളുകൾക്ക് അദ്ദേഹം വീടുകൾ കൊടുത്തു. 5 സെൻറ്റ് സ്ഥലം പോലും ഇല്ലാത്ത ആളുകൾക്ക് വീട്. വൈത്തിരി ഞങ്ങളെ ഈ പഞ്ചായത്തിൽ തന്നെ വീട് റോഡുകളായിട്ടും. രാഹുൽ ഗാന്ധി വന്നപ്പോൾ ജനങ്ങൾ ഒന്നും കൂടി ഉണർന്നിരിക്കുകയാണ്. എത്ര വലിയ സ്ഥാനാർത്ഥികൾ BJPൻ്റെതായാലും CPIൻ്റെ സ്ഥാനാർത്ഥി വന്നാലും ആണെങ്കിലും ഒരു അത്യാവശ്യം തിരക്കും പിന്നെ വിഷയങ്ങളൊക്കെ ഉള്ള ആളാണെങ്കിലും ഈ വയനാട്ടുകാരുടെ ചെറിയ ചെറിയ പ്രശ്നങ്ങളിൽ വരെ ഉടനെ ഓടി വന്ന് കേരളത്തിൽ മത്സരിക്കുന്ന ഏറ്റവും നല്ലൊരു നേതാവ്, ഇന്ത്യയിലെ ഏറ്റവും പ്രഗത്ഭനായ നേതാവാണ്. കുഴപ്പമില്ല, നല്ലൊരു മനുഷ്യനാണ്. നല്ലൊരു മനുഷ്യനാണ്. എന്തുകൊണ്ടാണ് നല്ല മനുഷ്യൻ എന്ന് പറയുന്നത്? അയാൾ ജനങ്ങൾക്ക് വേണ്ടി പോരാടുന്ന ആളാണ്. ജാതി ബന്ധം നോക്കാതെ എല്ലാവർക്കും വേണ്ടി നല്ല ഇതായിട്ട് പെരുമാറുന്ന പ്രവർത്തിക്കുന്ന ആളാണ്. അല്ല, അദ്ദേഹത്തിന് അതായത് ഒരു MP പാർലമെൻറ്റിൽ നിന്നും നേടിയെടുക്കാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിന് വേണ്ടി അദ്ദേഹം ഉപയോഗിക്കുന്നു എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. എന്തുകൊണ്ടാണ് ഞാൻ പറയുന്നതോ, രാഹുൽ ഗാന്ധി ശരിക്കും വയനാട് MP ആയി തുടർന്ന് രാജ്യത്തിന് വേണ്ടി പോരാടുന്ന ഒരു പിക്ചർ ശരിക്കും ജനങ്ങളുടെ മുന്നിലുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ടല്ലോ. നമ്മൾ കാണുന്നില്ലേ, ആ മനുഷ്യന് വേണമെങ്കിൽ എന്തെല്ലാം സുഖങ്ങൾ അനുഭവിച്ചിട്ട് എന്തെല്ലാം സുഖങ്ങളിൽ ആറാട്ടിയിട്ട് നടക്കാൻ പറ്റും. ഈ രാജ്യത്ത് മുഴുവൻ നടന്നിട്ട് അയാൾ ഈ നാടിൻ്റെ പ്രതിഷേധം അയാൾ കാണിച്ചു കൊടുത്തില്ലേ. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ശരിക്കും ഇന്ത്യക്ക് ആവശ്യമാണോ? തീർച്ചയായിട്ടും. അയാളുടെ സാന്നിധ്യം അല്ലെങ്കിൽ പിന്നെ ആര് ഈ ഇന്ത്യയെ രക്ഷിക്കാനോ, ഇന്ത്യയിൽ മുന്നോട്ട് കൊണ്ടുപോകാനോ, ഇന്ത്യയിലെ സാധുക്കളെ ജനങ്ങളെ അവരെ മുഖ്യധാരയിലേക്ക് എത്തിക്കാനോ, ഇന്ത്യയിൽ നിന്ന് പിടിച്ചു നിർത്താനോ, വിദേശത്തേക്ക് വിൽക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ അത്ര ഒരാൾ വരട്ടെ. രാഹുൽ ഗാന്ധിയെക്കുറിച്ച് പറയാൻ ഞാൻ രാഹുൽ ഗാന്ധിയുടെ ആരെങ്കിലും ആയിരിക്കണമല്ലോ? അല്ല. ഞാൻ രാഹുൽ ഗാന്ധിയോട്ട് കമ്മിറ്റ്മെൻ്റ് ഉള്ളൊരു ആളാണ്. ആ ഒരു രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്ന ആളൊന്നുമല്ല. പക്ഷേ ഇവിടെ രാഹുൽ ഗാന്ധി ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നവനെ ഞാൻ. കാരണം ഇവിടെ ഭരണമാറ്റം സംഭവിച്ചില്ലെങ്കിൽ വീണ്ടും ഈ BJP അധികാരത്തിൽ വന്നാൽ ഈ അടുത്തൊരു ഇലക്ഷൻ ഉണ്ടാവുമെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? നിങ്ങൾ മീഡിയക്കാരല്ലേ. ഇനി ഇലക്ഷൻ ഉണ്ടാവുമോ ഇന്ത്യയിൽ? ഇല്ല. പിന്നെ സംഭവിക്കാൻ പോകുന്നതൊക്കെ നമുക്ക് മുൻവിധിയോടും നമുക്ക് പറയാൻ കഴിയുകയും ചെയ്യും. അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ഇവിടെയോ എവിടെ നിൽക്കുന്ന ആ സ്ഥലത്ത് ജയിക്കണമെന്നും അവർ ഇപ്പോൾ സംവിധാനം ചെയ്തിരിക്കുന്ന ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരണമെന്ന് 100% വിശ്വസിക്കുന്ന ഞാൻ. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ശരിക്കും ഇന്ത്യക്ക് ആവശ്യമാണോ? തീർച്ചയായിട്ടും. അയാളുടെ സാന്നിധ്യം അല്ലെങ്കിൽ പിന്നെ ആര് ഈ ഇന്ത്യയെ രക്ഷിക്കാനോ, ഇന്ത്യയിൽ മുന്നോട്ട് കൊണ്ടുപോകാനോ, ഇന്ത്യയിലെ സാധുക്കളെ ജനങ്ങളെ അവരെ മുഖ്യധാരയിലേക്ക് എത്തിക്കാനോ, ഇന്ത്യയിൽ നിന്ന് പിടിച്ചു നിർത്താനോ, വിദേശത്തേക്ക് വിൽക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ അത്ര ഒരാൾ വരണ്ടേ. താങ്കൾ ശരിക്കും എത്ര വയസ്സായി? താങ്കളോട് ചോദിക്കാനുള്ള ചോദ്യം, ഈ 65 വയസ്സായില്ലേ, ഈ 65 വയസ്സിന് ഉള്ളിൽ ഇപ്പോഴത്തെ ഭരണത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? വളരെ മോശപ്പെട്ട ഭരണമാണല്ലോ ഇത്. ഏകാധിപത്യത്തിൽ നിന്ന് അവർക്ക് വേണ്ടി സ്വജനപക്ഷപാതം അവരാണോ ഒരു വർഗീയ വിഷം കുത്തിവെച്ചിട്ട് വിവരമില്ലാത്തവർ നിരക്ഷരായ ജനങ്ങളുടെ ഇടയിൽ അവർക്കുള്ള അന്ധവിശ്വാസം അടിച്ചേൽപ്പിച്ചിട്ട് അവരെ കൊണ്ടുള്ള വോട്ട് ചെയ്യിച്ചിട്ടും രണ്ടാമത് ജയിക്കാൻ വേണ്ടി VPAT നമ്മളെ ഈ പറഞ്ഞ ഇലക്ഷൻ വോട്ടിംഗ് മിഷൻ, അതാണ് എൻ്റെ പ്രധാനത്തെ പേടി. അതിനെ മാറ്റിയില്ലെങ്കിൽ വീണ്ടും ഇവർ അധികാരത്തിൽ വരുമെന്നുള്ളത് ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ആ ഭരണം വന്നു കഴിഞ്ഞാൽ ഇന്ത്യയുടെ അവസ്ഥ നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കിയാൽ പോരെ. ഇത്രയും കാലമായിട്ട് ഈ 5 വർഷം 10 വർഷമായിട്ട് 50 രൂപയ്ക്ക് പെട്രോൾ കൊടുക്കുമെന്ന് പറഞ്ഞവർ എത്രയ്ക്കപ്പോൾ കൊടുത്തത് അല്ലേ? ഇപ്പം കുറച്ചിരിക്കുന്ന 2 പൈസ 3 പൈസ. തീർച്ചയായും ജനങ്ങളെ പച്ചയ്ക്ക് പറ്റിക്കലാണ് എന്നുള്ളതിന് ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ്. കാര്യം 50 രൂപയ്ക്ക് പെട്രോൾ കൊടുക്കും, അല്ലെങ്കിൽ അത്തരം രീതിയിലേക്കൊക്കെ. അതായത് ഇന്ത്യയെ കോൺഗ്രസ് 60 വർഷം കൊണ്ട് നശിപ്പിച്ചു എന്ന് പറയുന്ന രീതിയിലേക്ക് പോകുമ്പം 400 രൂപയ്ക്ക് ഉള്ളിലുള്ള ഗ്യാസ് ഇന്ന് എന്താണ് വില എന്ന് നമുക്കറിയാൻ പറ്റും. അതായത് ജനങ്ങൾക്കിവിടെ ഭക്ഷണം വേണ്ട, ജനങ്ങൾക്കിവിടെ വിദ്യാലയങ്ങൾ വേണ്ട, ജനങ്ങൾക്ക് അമ്പലം മതി എന്നുള്ള കാഴ്ചപ്പാടിലേക്ക് കൊണ്ടെത്തിച്ചു ഈ സർക്കാർ. ഉറപ്പായിട്ടും 100%. ഇവിടെ വിശ്വാസം എന്ന് പറഞ്ഞാൽ അവിശ്വാസം അടിച്ചേൽപ്പിച്ചിട്ട് ഇവിടെ അമ്പലം മതി. ഇവിടെ സാധുക്കൾക്ക് വേണ്ടി 772 ലക്ഷം പിഞ്ചു കുഞ്ഞുങ്ങൾ നോർമൽ ഭക്ഷണമില്ലാതെ ഇന്ത്യയിൽ നരയിക്കുന്നുണ്ട്.
അയാളിപ്പോൾ ചെയ്യാൻ പോകുന്നത് എന്താ? ആ വിദേശ രാജ്യത്തുള്ള ആൾക്കാരെ ഇവിടെ കുടിയേറി പാർപ്പിച്ചിട്ട് അവർക്ക് സംരക്ഷണം കൊടുക്കുകയാണ്. എന്തൊക്കെ സംരക്ഷണം? അവർക്ക് വീട് വേണം, വെള്ളം വേണം, കുടിവെള്ളം വേണം, പാർപ്പിടം വേണം, ഇതെല്ലാം വേണം. അവർക്ക് ഇവിടെയുള്ള ആളുകൾ നോക്കട്ടെ. അതാ ഈ 72 കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കട്ടവർ, ഒരു നേരത്തെ നോർമൽ ഭക്ഷണമെങ്കിലും അത് കൊടുത്തിട്ട് ഇയാൾ ചെയ്യട്ടെ. അന്തസ്സുണ്ടാവും, അഭിമാനം ഉണ്ടാവും. ആഭ്യത ഏതോ ഓർമ്മയിലില്ലാത്ത ദൈവങ്ങളുടെ പേര് പറഞ്ഞിട്ട് ഈ ഇന്ത്യയെ അതിൻ്റെ പിന്നിൽ വലിച്ചു കെട്ടിയിട്ട് ഈ പാവത്തുങ്ങളെ നമ്മളെ നരയിപ്പിക്കണോ? എൻ്റെ പൊന്നു മീഡിയക്കാരെ, നിങ്ങൾ പ്രതികരിക്കേണ്ടത് ഇങ്ങനെയൊന്നുമല്ല. ഇതിലൂടെ കുറച്ചുകൂടെ കൂടുതൽ ശക്തമായിട്ട് ഇറങ്ങി പ്രവർത്തിച്ചിട്ട് ഇത് ചെയ്യണം. ഓരോ ഗ്രാമാന്തരങ്ങളിൽ റോഡിൽ നിന്ന് വിട്ടിട്ട് പോകണം. എന്താണ് ഞങ്ങളുടെ സ്ഥിതി എന്നുള്ളത്. ഇപ്പോൾ ഇന്ത്യ നമുക്ക് മറ്റ് രാജ്യങ്ങൾ പാവങ്ങളുടെ സ്ഥിതിയൊക്കെ വലിയ രീതിയിലേക്ക് കഷ്ടമാണ്. അതായത് ദിനം ദിനം ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന ആളുകളാണ്. ഇതൊന്നും ഒരു കൂട്ടം ആളുകളോട് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോൾ ഞാൻ ചിലപ്പോൾ സമയത്ത് വിചാരിക്കും ഈ BJPക്കാർക്ക് 50 രൂപയ്ക്കാണോ പെട്രോൾ കിട്ടുന്നത് എന്ന് എൻ്റെ മനസ്സിൽ നോക്കും. അതായത് നമ്മളെ തന്നെ കൊള്ളയടിക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കാത്തൊരവസ്ഥയിലേക്ക് ഇന്ത്യ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ അവസ്ഥയിൽ നിന്ന് മാറാൻ ഭരണമാറ്റം അല്ലാതെ വേറെ എന്തെങ്കിലും ഉണ്ടോ? ആ അവസ്ഥയിൽ നമ്മൾ ഇന്നിപ്പോൾ നിങ്ങൾ നേരത്തെ ഒരു ചോദ്യം ചോദിച്ചിരുന്നു. എപ്പോഴും പറയും ഇവർ വികസനത്തിന് വേണ്ടിയാണ് ഈ ഇത് ചെയ്യുന്നത്, റോഡായില്ലേ, കാടായില്ല. അതിലപ്പുറത്തേക്ക് വലിയ രീതിയിലേക്ക് ജനങ്ങൾക്ക് ജീവിക്കാനുള്ള സൗകര്യമാണ് വലുത്. അത് ഈ ഇന്ത്യയിലുള്ള ചില വിഡ്ഢികളുണ്ട്, അവരോട് പറയാനേ പറ്റും. സംസ്കാരവും വിവേകബുദ്ധിയും വിദ്യാഭ്യാസമുള്ള ജനതയോട് അത് പറഞ്ഞാൽ വിശ്വസിക്കുന്നില്ല. നിങ്ങൾ നേരത്തെ ഒരു ചോദ്യം ചോദിച്ചില്ലേ, രാഹുൽ ഗാന്ധിയുടെ അഭാവത്തിൽ ഇവിടെ വയനാട് ജില്ലക്കാർക്ക് ഇവർക്കൊക്കെ ഇതിൽ കിട്ടാതെ ഇരുന്നിട്ടുണ്ടെന്ന് ചോദിച്ച് ഭരിക്കാനൊക്കെ ഉണ്ട്. ഇപ്പോഴത്തെ സംവിധാനം വെച്ചിട്ട് ഞാൻ ഒറ്റ ഉദാഹരണം പറയാം. കെജ്രിവാൾ ജയിലിൽ കിടക്കുന്നു, ആൾ ഭരണം നടത്തുന്നില്ലേ? ഇന്നലെ ആൾ കുടിവെള്ളത്തിന് പദ്ധതി ഒപ്പിട്ട് കൊടുത്തില്ലേ? അത് രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ എവിടെ ഉണ്ടായാലും, ഇന്ത്യക്ക് പുറത്താണ്, അമേരിക്ക ഇരുന്നാലും ഇവിടെ ഒരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല. ഈ നാട്ടിനോ ഇവിടുത്തെ ജനങ്ങൾക്കോ അടിസ്ഥാന സൗകര്യങ്ങൾ ഉപയോഗിക്കുന്നതിനോ വിദ്യാഭ്യാസ മേഖല പ്രവർത്തിക്കുന്നതിനോ മറ്റെല്ലാ കാര്യത്തിലും അദ്ദേഹത്തിന് കൈ പതിഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ പറയുന്നത് കോൺഗ്രസ്സുകാരനായിട്ടല്ല, ഞാൻ ഇവിടുത്തെ ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റുകാരനാണ്. മനസ്സിലാകണ്ടേ? അപ്പോൾ ഇപ്പം എനിക്കൊരു കർഷക രാഷ്ട്രീയമൊന്നുമില്ല. പക്ഷേ ഞാൻ പറയുന്നത് ദീർഘവീക്ഷണം, എൻ്റെ പഠനം ഞാൻ ആർജിച്ചെടുത്തത്. തീർച്ചയായും രാഹുൽ ഗാന്ധി വീണ്ടും വരണം എന്ന് തന്നെയാണ് പറയുന്നത്. വന്നില്ലേ? വന്നു കഴിഞ്ഞു. ഇനിയിപ്പോൾ ഒന്നുമില്ല, എല്ലാവരും ഹൃദയത്തിനകത്തായിരുന്നു പാൽ പതിഞ്ഞു കഴിഞ്ഞു. ഇവിടെ വന്നില്ലെങ്കിലും വോട്ടായൊക്കെ ചെയ്യും. സൂപ്പർ ആള്, നല്ല ആളാണ്. പിന്നെ സാധുക്കൾക്ക് വേണ്ടി എല്ലാം ചെയ്തു കൊടുക്കുന്ന ഒരു ഹെൽപ്പ് ചെയ്യുന്ന ആളാണ്. അങ്ങനത്തെ ഒരു സഹായം ചെയ്യുന്ന ഒരു മെൻറ്റലുള്ള ഒരാളാണ്, മെൻറ്റാലിറ്റി ഉള്ള ആളാണ്. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു? അങ്ങനെ പറയാൻ വെച്ചാൽ മൂപ്പരെ കൊണ്ട് വലിയ ദോഷമായിട്ടൊന്നും കേട്ടിട്ടില്ല. വയനാട്ടുകാർക്ക് എങ്ങനെയാണ്? വയനാട്ടുകാർക്ക് നല്ല ആളാണ്. വയനാട്ടുകാർക്ക് അതാണ് മൂപ്പര് വന്ന് ഫസ്റ്റ് തന്നെ നിന്ന് ഇപ്പോൾ തന്നെ ജയിച്ചത്. വയനാട്ടുകാർ പൊതുവെ ഗാന്ധി കുടുംബത്തിനോട് പൊതുവെ ഒരു താല്പര്യമുള്ള ആൾക്കാരാണ് വയനാട്ടുകാർ. വീണ്ടും ഇപ്പം നിൽക്കുന്നുണ്ട്. എന്താ പറഞ്ഞേ? ഞാനൊരു മാർക്സിസ്റ്റുകാരനാണ്. പിന്നെ പുള്ളിക്കാരൻ്റെ സ്വഭാവം വെച്ച് പറഞ്ഞാണ്. പുള്ളിക്കാരനെ പൊതുവെ ഞാൻ മാർക്സിസ്റ്റ്, എൻ്റെ കാരണന്മാരൊക്കെ കോൺഗ്രസ് ആയിരുന്നു. അപ്പോൾ അതിൽ നിന്ന് വിട്ടുപോയതാണ് ഞാൻ. മാർക്സിസ്റ്റ് പാർട്ടിയാണ്. അപ്പോൾ താങ്കൾ ശരിക്കും ഈ രാഹുൽ ഗാന്ധിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ്? ഞാൻ സപ്പോർട്ട് ചെയ്യും. നല്ലതാണെങ്കിൽ സപ്പോർട്ട് ചെയ്യും. നല്ലതാണോ? അപ്പോൾ നല്ലതാണ്. അപ്പോൾ രാഹുൽ ഗാന്ധി ശരിക്കും വയനാട്ടുകാർക്ക് എങ്ങനെയാണ്? വയനാട്ടുകാർക്ക് പ്രിയപ്പെട്ട ആളാണ്. അതുകൊണ്ടുള്ള പുള്ളി ജയിച്ചത്. രാഹുൽ ഗാന്ധി ശരിക്കും വയനാട്ടുകാർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടോ? ചെയ്യുന്നുണ്ട്. നല്ല പ്രവർത്തനമാണ്, നാട്ടുകാർക്ക് വേണ്ടി നല്ല ചെയ്യുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ് പൊതുവെ കേട്ടിട്ടുള്ള ഒരു പരിപാടി ഇത്. ജനങ്ങളിൽ നിന്നുള്ളൊരു സംസാരം. പ്രാവശ്യം ജയിക്കോ? പ്രാവശ്യം ജയിക്കണം, അതാണ് പുള്ളിൻ്റെ മിടുക്കതാണ്. ആവേശമാണ്. കാരണം രാഹുൽ ഗാന്ധി വീണ്ടും ഞങ്ങൾ വയനാട്ടിൽ സ്ഥാനാർത്ഥിയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ പ്രവർത്തകരും അതുപോലെ തന്നെ എല്ലാ ആളുകളും വയനാട്ടിലെ ജാതി മതമന്യ ആളുകൾ മൊത്തം വളരെയധികം സന്തോഷത്തിലാണ്. കഴിഞ്ഞ വർഷത്തേക്കാട്ടും വലിയൊരു വിജയം രാഹുൽ ഗാന്ധിക്ക് ഞങ്ങൾക്ക് സമ്മാനിക്കാൻ കഴിയുന്നില്ല, ഉറപ്പാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? തീർച്ചയായും അദ്ദേഹം ചെയ്ത വികസനങ്ങൾ, അദ്ദേഹം കൊറോണ കാലത്തും പ്രളയകാലത്തും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൈത്താങ് പദ്ധതി എടുത്തു പറയേണ്ട പദ്ധതികളല്ലേ. നൂറുകണക്കിന് ആളുകൾക്ക്, എത്ര ആളുകൾക്ക് അദ്ദേഹം വീടുകൾ കൊടുത്തു. 5 സെൻറ്റ് സ്ഥലം പോലും ഇല്ലാത്ത ആളുകൾക്ക് വീട്. വൈത്തിരി ഞങ്ങളെ ഈ പഞ്ചായത്തിൽ തന്നെ വീട്, റോഡുകളായിട്ടും എല്ലാം ചെയ്തിട്ട്. പിന്നെ CPM ഒക്കെ സ്വാഭാവികമായിട്ട് അവർ പ്രതിപക്ഷത്തെ രീതിയിൽ അവർ പറയുന്ന കാര്യങ്ങൾ നോക്കേണ്ട. അപ്പം ഒരു ആചാര നിലയാണ് അവർ കാര്യമായിട്ട് പറയുന്നത്. ഒരു 6 മാസക്കാലം അദ്ദേഹം ശരിക്കും ഇവിടെ ഇല്ലാത്തൊരു സമയങ്ങളിൽ അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യം കൊണ്ട് ഇവിടെ വികസനം നടക്കാതിരുന്നുണ്ടോ? ഒരിക്കലുമില്ല. ഓഫീസൊക്കെ വളരെ കറക്റ്റായിട്ട്, 2 ഓഫീസ് ഉണ്ടല്ലോ, കൽപ്പറ്റ മുക്കത്തുള്ള ഓഫീസൊക്കെ വളരെ കറക്റ്റായിട്ട് അവരുടെ സ്റ്റാഫും കാര്യങ്ങളും വളരെ ക്രിയാത്മകമായ രീതിയിൽ അവർ പ്രവർത്തിച്ചിട്ടുണ്ട്. അത് ജനങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട്. കാരണം മാനന്തവാടി നമുക്കറിയാം ഉള്ള ഏരിയ, പിന്നെ കൂടുതലും നമുക്ക് ആ ഏരിയകളിലൊക്കെ വയനാടിൻ്റെ ഒരു പാർലമെൻറ്റ് മണ്ഡലം എന്ന് പറയുന്നത് നമുക്കറിയാം. ഇപ്പം കോഴിക്കോടും അതുപോലെ തന്നെ വയനാടും മലപ്പുറവും മിങ്കിളായി കിടക്കുന്നത്. അപ്പം അത് പല രീതിയിലുള്ള വികസനങ്ങളായിരിക്കും. റോഡ് കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെതായ ഫണ്ടിൽ നിന്നും അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെയ്തു.
അതിന് പുറമെ രാജ്യസഭാ എം പിമാരെ, ഇപ്പോൾ ജബി മേത്ര, അതുപോലെ തന്നെ രാജസ്ഥാനിലെ ഒരു MP അടക്കമുള്ള ആളുകളെ സംബന്ധിച്ചിട്ടും അവരെ ഫണ്ടും കൂടി ഉപയോഗിച്ച് അദ്ദേഹം ഒരു MP ചെയ്യുന്നതിനെക്കാട്ടും കഴിയുന്ന അപ്പുറം രീതിയിൽ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. കുഴപ്പമില്ല, നല്ലൊരു മനുഷ്യനാണ്. നല്ലൊരു മനുഷ്യനാണ്. എന്തുകൊണ്ടാണ് നല്ല മനുഷ്യൻ എന്ന് പറയുന്നത്? അയാൾ ജനങ്ങൾക്ക് വേണ്ടി പോരാടുന്ന ആളാണ്. ജാതി ബന്ധം നോക്കാതെ എല്ലാവർക്കും വേണ്ടി നല്ല ഇതായിട്ട് പെരുമാറുന്ന പ്രവർത്തിക്കുന്ന ആളാണ്. താങ്കളുടെ അഭിപ്രായത്തിൽ ഇപ്പോൾ ഇവിടെ വയനാട് നിൽക്കുന്നുണ്ട്, എങ്ങനെയാണ്? ഭൂരിപക്ഷത്തിന് ജയിക്കും ഇവിടെ. ഉറപ്പാണ്. ഓ, നല്ല ഭൂരിപക്ഷം ജയിക്കും. എന്തുകൊണ്ട് നല്ല ഭൂരിപക്ഷം എന്ന് പറയും? ഇവിടെയുള്ള പിന്നെ ആൾക്കാർ എല്ലാവരും അയാളെ വലിയ ഇതാണ്. അയാൾ പല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു 50 വീട് അയാൾ പാവപ്പെട്ടവർക്ക് കെട്ടിക്കൊടുത്തിട്ടുണ്ട് വയനാട് ജില്ലയിൽ. ആണോ? ഓ, അതൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാൻ പറയുന്നത്, ഈ ആളുകൾ പറയുന്നത്, പ്രത്യേകിച്ച് മറ്റു പാർട്ടിക്കാർ പറയുന്നത് ഇദ്ദേഹം ഇവിടെ ഇല്ല, അതുകൊണ്ട് വികസനം കുറച്ച് കുറവാണ്, അദ്ദേഹം ശ്രദ്ധിക്കുന്നില്ല. അത് എത്രത്തോളം യാഥാർത്ഥ്യമാണ്? അത് യാഥാർത്ഥ്യമൊന്നുമല്ല. അയാൾ വയനാട്ടിലെ ഇടയ്ക്ക് അടക്കും തലക്കും വന്ന് വേണ്ടൊക്കെ ചെയ്തുകൊണ്ട് ഇവിടെ ഫണ്ടൊക്കെ നല്ല ഫണ്ട് കൊടുത്തിട്ടുണ്ട് വയനാട്ടിലേക്ക് ഓരോ സ്ഥലങ്ങളിൽ. ജയിക്കും തന്നെ. രാഹുൽ ഗാന്ധിയാണ് ഇവിടെ വരേണ്ടത്. രാഹുൽ ഗാന്ധി ചെയ്ത വികസന പ്രവർത്തനങ്ങളാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന കാര്യങ്ങളൊക്കെ. അതുമാത്രമല്ല, മതേതര ഇന്ത്യക്ക് ഇനി ഒരു നേതൃത്വം കൊടുക്കാൻ കഴിയെങ്കിൽ രാഹുൽ ഗാന്ധി മാത്രമാണ്. വേറെ ആര് വിചാരിച്ചാലും കഴിയില്ല. കാരണം നാട്ടിൽ പിന്നെ നിർമ്മാണപ്പെടുന്ന വർഗീയതകൾ, ഫാസിസ്റ്റ് ശക്തികളുടെ വരവ്, ഇതിനൊക്കെ പ്രതിരോധിക്കണമെന്നുണ്ടെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ മാത്രമേ നടക്കുകയുള്ളൂ. എന്തുകൊണ്ടാണ് ഞാൻ പറയുന്നതോ, രാഹുൽ ഗാന്ധി ശരിക്കും വയനാട് MP ആയി തുടർന്ന് രാജ്യത്തിന് വേണ്ടി പോരാടുന്ന ഒരു പിക്ചർ ശരിക്കും ജനങ്ങളുടെ മുന്നിലുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ടല്ലോ. നമ്മൾ കാണുന്നില്ലേ, ആ മനുഷ്യന് വേണമെങ്കിൽ എന്തെല്ലാം സുഖങ്ങൾ അനുഭവിച്ചിട്ട് എന്തെല്ലാം സുഖങ്ങളിൽ ആറാടിയിട്ട് നടക്കാൻ പറ്റും. ഈ രാജ്യത്ത് മുഴുവൻ നടന്നിട്ട് അയാൾ ഈ നാടിൻ്റെ പിന്നെ പ്രതിഷേധം അയാൾ കാണിച്ചു കൊടുത്തില്ലേ, ജനങ്ങളായിട്ട് ബന്ധപ്പെട്ടില്ലേ? അങ്ങനത്തെ ഒരു നേതാവിനെ നിങ്ങൾ വേറെ ചൂണ്ടിക്കാണിച്ചു തരുന്നാൽ ശരിക്കും വയനാടിന് ശരിക്കും വലിയൊരു ഭാഗ്യമാണ്. തീർച്ചയായിട്ടും വയനാട് എന്നല്ല, അത് ഇന്ത്യയിലേക്ക് മൊത്തമാണ് രാഹുൽ ഗാന്ധി. വയനാടിൻ്റെ മാത്രമല്ലല്ലോ, ഇന്ത്യയിലേക്ക് മൊത്തം. നമ്മളൊരു കോൺഗ്രസിൻ്റെ ഒരു നേതൃത്വം കാണുന്നത് രാഹുൽ ഗാന്ധിയിലാണ്. അതിന് രാഹുൽ ഗാന്ധി തന്നെ വരണം. കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ഭരണം ഇന്ത്യയിൽ നടക്കണം എന്നുള്ള ഒരു വാശിയായിട്ടുള്ള തീരുമാനത്തിലാണ് ഞങ്ങളെല്ലാവരും. നല്ല ഒരാളാണ് രാഹുൽ ഗാന്ധി. വയനാട്ടിൽ ഒരുപാട് ആളുകൾക്ക് ഒരുപാട് ഉപകാരം ചെയ്തിട്ടുണ്ട്. നല്ലൊരു MP ആണ് ഞങ്ങളെ. എന്തുകൊണ്ട് അങ്ങനെ നല്ലൊരു MP എന്ന് പറയും? നല്ലത് ചെയ്തുകൊണ്ട് നല്ല MP എന്ന് പറയുന്നത്. വേറെന്താ? എന്താണ് അദ്ദേഹത്തെക്കുറിച്ച് പറയാനുള്ളത്? ശരിക്കും അദ്ദേഹത്തെക്കുറിച്ച് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, അദ്ദേഹം നല്ല കാര്യങ്ങളാണ് വയനാട്ടിൽ MP ആയിട്ട് എല്ലാവർക്കും ഇവിടെ ചെയ്തിട്ടുള്ളത്. പ്രളയം വന്നപ്പോഴും ഒരുപാട് സഹായങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. നല്ല ഒരു ഉപകാരമാണ്. നല്ലൊരു MP ആയിട്ടാണ് ഞങ്ങൾക്ക് വയനാട്ടിൽ അയാൾ കാണാനുള്ളത്. നല്ല ഭൂരിപക്ഷത്തോടു കൂടി തന്നെ ഇപ്രാവശ്യം രാഹുൽ ഗാന്ധി ജയിക്കും. വയനാട്ടുകാർക്ക് ആരാണ് ശരിക്കും രാഹുൽ ഗാന്ധി? വയനാട്ടിലേക്ക് ആരാണെന്ന് പറഞ്ഞാൽ, വയനാട്ടുകാർക്ക് ഞങ്ങൾ ഇനി കാണാൻ പോകുന്ന അയാളൊരു പ്രധാനമന്ത്രി ആയിട്ടാണ് ഞങ്ങൾ കാണുന്നത് ഇനിയുള്ള. ഇത്രേ ഉള്ളൂ. വയനാട്ടിൽ ശരിക്കും ഈ രാഹുൽ ഗാന്ധി മത്സരിച്ചപ്പം ശരിക്കും വയനാടിൻ്റെ ഒരു രൂപം മാറിയോ? ശരിക്കും വയനാടിൻ്റെ പേര് വർദ്ധിപ്പിച്ചോ? വയനാടിൻ്റെ പേര് വർദ്ധിപ്പിച്ച് തന്നെയാണല്ലോ ഭൂരിപക്ഷം കൂടിയത്. അത്രയും ഭൂരിപക്ഷം കിട്ടണമെങ്കിൽ വയനാടിൻ്റെ പേര് വർദ്ധിച്ചുകൊണ്ട് തന്നെയല്ല അത്രയും ഭൂരിപക്ഷം. 4 ലക്ഷത്തിൽ ചില്ലറ ഭൂരിപക്ഷം ഏറ്റവും കൂടുതൽ കിട്ടിയത് അതുകൊണ്ടല്ലേ. അല്ലാതെ പിന്നെ ജനങ്ങൾ ഒന്നും അല്ലാതെയല്ല വോട്ട് ചെയ്തത്. 4 ലക്ഷം കിട്ടിയത് അങ്ങനെയാണല്ലോ കിട്ടിയത്. 4,35,000 വോട്ട് കിട്ടിയില്ലേ. അപ്പോൾ ജനങ്ങൾക്ക് പിന്നെ വിശ്വാസം ഉണ്ടാകുന്നതുകൊണ്ടല്ലേ വോട്ട് ചെയ്ത്. വയനാട്ടുകാർക്ക് അയാൾ എന്നും നല്ലൊരു MP തന്നെയാണ്. രാഹുൽ ഗാന്ധിയുടെ പ്രവർത്തനം വിചാരിച്ചാൽ ഇപ്പോൾ നമ്മളെ നിലവിൽ ഇവിടെ എല്ലാവർക്കും വയനാട് ജില്ലയിൽ മൊത്തത്തിൽ അയാളെ കൊണ്ട് നല്ല അഭിപ്രായം എന്നല്ലാണ്ട് ഒരാൾക്കും ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാവില്ല. എന്തുകൊണ്ടാണ് അഭിപ്രായ വ്യത്യാസമില്ല? രാഹുൽ ഗാന്ധി അങ്ങനെയാണ്. നമ്മളുടെ പിന്നെ രാഹുൽ ഗാന്ധി എന്ന് വിചാരിച്ചാൽ നമ്മൾക്ക് എന്തിനും മുന്നിട്ട് വരാനും. ഇപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഈ വന്യമൃഗ പ്രശ്നങ്ങളെല്ലാം വന്ന സമയത്ത് ഇവിടെയുള്ള പിന്നെ നമ്മളെ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ മറ്റുള്ള മന്ത്രി വന്നില്ല, അദ്ദേഹം വന്നു. പക്ഷേ ഞാൻ ചോദിക്കുന്നത്, വയനാട്ടുകാർ എങ്ങനെയാണ് ശരിക്കും രാഹുൽ ഗാന്ധിനെ ഏറ്റെടുത്തത്? രാഹുൽ ഗാന്ധിനെ ഏറ്റെടുത്ത് നമ്മൾക്ക് രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രിക്ക് തുല്യമായിട്ടാണ് ഞങ്ങൾ രാഹുൽ ഗാന്ധിനെ വയനാട്ടുകാർ കാണുന്നത്. വയനാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയപരമായിട്ടും അല്ലാതെയും ഈ നാട്ടുകാരനായിട്ടാണ് അദ്ദേഹത്തെ ഈ വയനാട്ടുകാർ കാണുന്നത്. കാരണം വികസനമായാലും മറ്റുള്ള കാര്യങ്ങളിലായാലും ഇപ്പോൾ ഈ 2 പ്രളയം കഴിഞ്ഞു, അതോടൊപ്പം കൊറോണ, മറ്റുള്ള എല്ലാ കാര്യങ്ങളിലും അദ്ദേഹം ഒരു എന്താ പറയുക, ഒരു സാധാരണ MP-യേക്കാൾ ഉപരി മറ്റ് ഇപ്പോൾ ഈ ഭാരത് ജോഡോ യാത്ര അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഇടപെട്ട് ഈ രാജ്യത്തിന് വേണ്ടിയിട്ട് രാപ്പകൽ കഷ്ടപ്പെടുന്ന ഒരു MP വയനാട്ടുകാർക്ക് കിട്ടുകയെന്ന് പറഞ്ഞാൽ ഇതിലേറെ സന്തോഷം വേറൊന്നുമില്ല എന്ന് എൻ്റെ ഒരു അഭിപ്രായം. ശരിക്കും രാഹുൽ ഗാന്ധിയെ ശരിക്കും ഇവിടുത്തെ നാട്ടുകാരനെ പോലെയാണോ നിങ്ങൾ? അതെ, കാരണം ഇവിടെ എന്ത് പ്രയാസങ്ങളുണ്ടെങ്കിലും അദ്ദേഹം എവിടെയാണെങ്കിലും ആ പ്രയാസങ്ങൾക്ക് ആ വീട്ടുകാർക്കും ആ നാട്ടിലും
വളരെ പെട്ടെന്ന് തന്നെ അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ അദ്ദേഹം ഫോണിലായാലും അതല്ല മറ്റുള്ള ആളുകൾ ബന്ധപ്പെടേണ്ട ആളുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടും അതല്ലാതെ തന്നെ അദ്ദേഹം സ്ഥലത്തെത്തിയും ആ വീട്ടുകാർക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്ന ഒരു സാധാരണക്കാരനായ ഒരു എം പി എന്നുള്ള നിലയിൽ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മാത്രം നിൽക്കേണ്ടുന്ന ഒരു നേതാവല്ലല്ലോ. അദ്ദേഹം ദേശീയ തലത്തിൽ കാണപ്പെടുന്നൊരു നേതാവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എം പി എന്നുള്ള നിലയിൽ വയനാടിനെ ശ്രദ്ധിക്കില്ല എന്നൊക്കെ ചില അഭിപ്രായങ്ങളുണ്ട്. പക്ഷേ അതൊന്നും ഒരു യാഥാർത്ഥ്യത്തിന് നിരക്കുന്നതല്ല. അദ്ദേഹം ദേശീയ ശ്രദ്ധ ആകർഷിക്കുന്ന ദേശീയ പ്രശ്നങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന നേതാവാണ്. അതുകൊണ്ട് വയനാട്ടിൽ മാത്രം ഒതുങ്ങേണ്ടുന്ന ആളല്ലാത്തതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു പക്ഷേ വയനാട്ടിൽ ഒരു സ്ഥിര സാന്നിധ്യമാകാൻ കഴിഞ്ഞിട്ടില്ലായിരിക്കാം. എങ്കിലും ഇന്ത്യയുടെ മതേതരത്വം കാത്തു സൂക്ഷിക്കുന്നതിന് ഇന്ത്യയിലാകമാനം പ്രവർത്തിക്കുന്ന നേതാവ് എന്നുള്ള നിലയിൽ രാഹുൽ ഗാന്ധി നല്ല നേതാവാണ്. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു? അതായത് താങ്കൾ പറയുന്നത് എം പി എന്നുള്ള സ്ഥാനത്ത് വയനാട്ടിൽ ഇല്ലെങ്കിലും വികസനം നടക്കുന്നുണ്ടോ? വികസനം അദ്ദേഹത്തിൻ്റെതായ വികസന ഫണ്ടുകൾ കൃത്യമായി ഉപയോഗിക്കപ്പെടുന്നുണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അല്ല, അദ്ദേഹത്തിന് അതായത് ഒരു എം പിക്ക് പാർലമെൻറ്റിൽ നിന്നും നേടിയെടുക്കാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിന് വേണ്ടി അദ്ദേഹം ഉപയോഗിക്കുന്നു എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. രാഹുൽ ഗാന്ധിയുടെ പ്രവർത്തനം വയനാട് ജില്ലയിലെ അല്ലെങ്കിൽ വയനാട് പാർലമെൻറ്റ് മണ്ഡലത്തിലെ ജനങ്ങൾക്ക് മുഴുവൻ അറിയുന്നതാണ്. രാഹുൽ ഗാന്ധി വന്നപ്പോൾ ജനങ്ങൾ ഒന്നും കൂടി ഉണർന്നിരിക്കുകയാണ്. എത്ര വലിയ സ്ഥാനാർത്ഥികൾ ബി ജെ പിൻ്റെതായാലും സി പി എമ്മിൻ്റെ സി പി ഐൻ്റെ സ്ഥാനാർത്ഥി വന്നാലും ആര് വന്നാലും രാഹുൽ ഗാന്ധി കഴിഞ്ഞ കാലത്തേക്കാൾ കൂടുതൽ ഭൂരിപക്ഷത്തോടു കൂടി വിജയിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അങ്ങനെ പറയാൻ കാരണം ഞാൻ രാഹുൽ ഗാന്ധിൻ്റെ കൂടെ കുറച്ച് കാലം ഈ പ്രളയകാലത്ത് രാഹുൽ ഗാന്ധിൻ്റെ കൂടെ കുറച്ച് കാലം നടന്നിരുന്നു. അന്ന് പാവപ്പെട്ടവൻ്റെ വീടുകളിലും പാവപ്പെട്ടവൻ്റെ ഉഭയകേന്ദ്രങ്ങളിലൊക്കെ രാഹുൽ ഗാന്ധിൻ്റെ കൂടെ വന്നുകൊണ്ട് രാഹുൽ ഗാന്ധി സഹായിച്ച മുഴുവൻ സാധനങ്ങളും ഞങ്ങൾക്ക് ഓരോ വീടുകളിൽ എത്തിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. രാഹുൽ ഗാന്ധിൻ്റെ കൂടെ നടന്നുകൊണ്ടാണ്. ഇവിടെ വേറെ ആരും കൊടുക്കാത്ത പല കിറ്റുകളും അതുപോലെ തന്നെ പല സാധനങ്ങളും ഒക്കെ രാഹുൽ ഗാന്ധിയാണ് ഞങ്ങൾക്ക് പ്രയോജനം എഴുതിക്കൊണ്ട് ഇവിടെ എല്ലാ പ്രളയക്കെടുതിയുള്ള സ്ഥലങ്ങളിലും എല്ലാ കേന്ദ്രങ്ങളിലും രാഹുൽ ഗാന്ധിൻ്റെ നേതൃത്വത്തിൽ ഞങ്ങളൊക്കെ പോയിട്ടുണ്ട്. അദ്ദേഹം ശരിക്കും അദ്ദേഹത്തിൻ്റെ അഭാവം ഇവിടെ ശരിക്കും ഒരു 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 സ്പേസ് സൃഷ്ടിച്ചിട്ടുണ്ടോ? അദ്ദേഹത്തിൻ്റെ അഭാവം ഒരിക്കലും ഇവിടെ സ്പേസ് സൃഷ്ടിച്ചില്ല. നമുക്ക് പറയാനുള്ളത് അദ്ദേഹം ഇവിടെ രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞൊരു വ്യക്തി ഇവിടെ മത്സരിക്കാൻ നിന്നാൽ മതി. ജനങ്ങൾക്ക് അതാണ് ആവശ്യം. രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞൊരു വ്യക്തിയെ മത്സരിപ്പിച്ച് വിജയിപ്പിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ചെറുപ്പക്കാരുടെയും അതുപോലെ തന്നെ ഇന്നത്തെ അമ്മമാരുടെയും അതുപോലെ തന്നെ സഹോദരിമാരുടെയും സ്ത്രീകളുടെയും വിദ്യാർത്ഥികളുടെയും എല്ലാം ആവശ്യം. രാഹുൽ ഗാന്ധി ജയിച്ചു വന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി ആവണമെന്നാണ്. ആ ആവശ്യം നിലനിർത്തുകൊണ്ട് തന്നെയാണ് രാഹുൽ ഗാന്ധിയെ വയനാട് ജില്ലയിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നതും അദ്ദേഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതും. കേരളത്തിൽ മത്സരിക്കുന്ന ഏറ്റവും നല്ലൊരു നേതാവ്, ഇന്ത്യയിലെ ഏറ്റവും പ്രഗത്ഭനായ നേതാവാണ്. ജനങ്ങൾ ഇന്ത്യയിലല്ല ലോകത്ത് മുഴുവൻ ഉറ്റുനോക്കുന്ന നേതാവ് രാഹുൽ ഗാന്ധി. രാഹുൽ ഗാന്ധി ഒരു ചില്ലറക്കാരനല്ല. 540 മണ്ഡലം കൊണ്ട് അദ്ദേഹം ഇന്ത്യയെ വീണ്ടെടുക്കാൻ വേണ്ടി ഓടി നടക്കുന്ന ആൾ. ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പറയുന്നത് അയാൾക്ക് ആചരണനില കുറവാണ്. അയാൾ എന്ത് ആചരണനില? അയാൾ ഒരു പാർലമെൻറ്റിലേക്ക് പോയിട്ടാണോ ആചരണനില കാണേണ്ടത്? വയനാട്ടിലെ എല്ലാ വിഷയങ്ങളും അയാൾ ഓടി നടക്കുന്നത്. എല്ലാ പ്രശ്നങ്ങളും എന്ത് വിഷയം ഉണ്ടെങ്കിലും ഇവിടെ അതിനിവിടെ എം എൽ എമാരൊക്കെ എല്ലാ വിഷയത്തിലും അയാൾ എന്ത് പ്രശ്നങ്ങളിലും ഇവിടെ ആ കാര്യങ്ങളൊക്കെ കൊണ്ടുനടക്കുന്നുണ്ട്. എം പിൻ്റെ എല്ലാ കാര്യങ്ങളും. എന്തുകൊണ്ടാണ് വീണ്ടും ജയിക്കുമെന്ന് പറയാൻ കാരണം? ജയിക്കുമെന്ന് പറഞ്ഞാൽ പഴയ രാഹുൽ ഗാന്ധി അല്ല ഇന്ന്. അദ്ദേഹം അന്ന് പല ആളുകളും അയാളെ കളിയാക്കിയിരുന്നു ഒരു സമയത്ത്, കഴിഞ്ഞ വർഷം മത്സരിക്കുന്ന സമയത്ത്. ഇന്ന് അവരൊക്കെ രാഹുൽ ഗാന്ധിനെ കൂട്ടിപ്പിടിക്കുകയാണ്. രാഹുൽ ഗാന്ധി അടുത്ത പ്രധാനമന്ത്രി ആവണമെന്ന് പല ഘടകകക്ഷികളും ഇന്ത്യയിലെ പല സംസ്ഥാന ഘടകകക്ഷികളും ഇന്ന് പാർട്ടികളും അയാളെ കൂട്ടി നടക്കുന്ന വലിയ ഉദാഹരണം കെജ്രിവാൾ അടക്കം എല്ലാ മേഖലയും എല്ലാ സ്ഥലങ്ങളിലും ഇപ്പം അത് മുഴുവൻ സംസ്ഥാനങ്ങളും ഇന്ന് രാഹുൽ ഗാന്ധിൻ്റെ കൂടെയാണ്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അയാൾ അടുത്ത പ്രധാനമന്ത്രിയാവും, യാതൊരു സംശയവുമില്ല. രാഹുൽ ഗാന്ധി എം പി നമ്മുടെ ഇന്ത്യ കണ്ടതിൽ വെച്ചിട്ട് നമുക്ക് ഏറ്റവും വയനാട്ടുകാർക്ക് ഏറ്റവും ഉപകാരപ്പെട്ട ഒരു എം പി ആയിട്ടാണ് നമ്മൾ കാണുന്നത്. കഴിഞ്ഞ ഭരണത്തിൽ നല്ല രീതിയിൽ എല്ലാ പ്രവർത്തനവും കാഴ്ചവെച്ചിട്ടുണ്ട്. നമുക്കൊക്കെ വേണ്ട ഒരു എം പി ആണെങ്കിലും ഒരു അത്യാവശ്യം തിരക്കും വിഷയങ്ങളൊക്കെ ഉള്ള ആളാണെങ്കിലും ഈ വയനാട്ടുകാരുടെ ചെറിയ ചെറിയ പ്രശ്നങ്ങളിൽ വരെ ഉടനോടെ ഓടി വന്ന് നല്ല രീതിയിൽ ഇടപെട്ട് അതിന് പരിഹാരങ്ങളൊക്കെ നിർദ്ദേശിച്ച ഒരാളായിട്ടാണ് എൻ്റെ അഭിപ്രായം. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? എന്തുകൊണ്ട് നമ്മൾ അതിൻ്റെ ഒരു എം പി എന്നുള്ള നിലയിൽ മൂപ്പർ അദ്ദേഹത്തിൻ്റെ കർത്തവ്യം നിർവഹിക്കുന്നത് കണ്ടതുകൊണ്ട് തന്നെ. ഇവിടെ ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ ഈ ആനൻ്റെ പ്രശ്നം ഉണ്ടായി, മറ്റുള്ള വിഷയങ്ങളുണ്ടായി, ചെറിയ ചെറിയ വിഷയങ്ങളിലൊക്കെ ഓടി വന്ന് ഇവിടെ ഇടപെട്ട്, അതുപോലെ സാധാരണക്കാരൻ്റെ സാധാരണ വിഷയങ്ങളിൽ ഒരു എം പി ആയിട്ട് ഇത്രയും തിരക്കുള്ള ഒരാളായിട്ടും ഒരു അഖിലേന്ത്യാ നേതാവായിട്ട് പോലും നമ്മുടെ ചെറിയ ചെറിയ വയനാട്ടുകാരുടെ പ്രശ്നങ്ങളിലൊക്കെ വന്നിട്ട് വേണ്ട രീതിയിൽ ഇടപെടുന്ന ഒരാളാണ് രാഹുൽ ഗാന്ധി എന്നാണ്
എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. ചോദ്യം. രാഹുൽ ഗാന്ധി MP എന്ന് പറഞ്ഞാൽ പുള്ളി ദേശീയ പാർട്ടിയുടെ നേതാവാണ്. ഒരു കറ കളഞ്ഞ മനുഷ്യനാണ്, സത്യസന്ധനാണ്. എന്തുകൊണ്ട് കറ കളഞ്ഞ മനുഷ്യൻ സത്യസന്ധൻ എന്ന് പറയുന്നു? ഇന്നത്തെ രാഷ്ട്രീയ സ്ഥിതിയിലൊക്കെ മരുമക്കൾ ഇവരൊക്കെ സംരക്ഷിക്കാനാണ് രാഷ്ട്രീയക്കാർ നിലനിൽക്കുന്നത്. അഴിമതിയും പുള്ളീനെ സംബന്ധിച്ചോളം ഇന്ന് വരെ നമ്മൾ അവരുടെ കുടുംബത്തെ സംബന്ധിച്ചോളം അങ്ങനെ കേട്ടിട്ടില്ല. അങ്ങനെ രാഹുൽ ഗാന്ധി ശരിക്കും വയനാട്ടിൽ എങ്ങനെ നല്ല പ്രവൃത്തി ചെയ്തിട്ടുണ്ടോ? മാക്സിമം ചെയ്തിട്ടുണ്ട്. പിന്നെ ഇങ്ങോട്ട് വരാനുള്ള ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരാളതിനെ കൊണ്ട് കണ്ടിന്യൂ ആയിട്ട് ഇവിടെ ഉണ്ടാവില്ല. എന്നിരുന്നാലും അതിൽ ഒരു പോരായ്മ ഉണ്ടായിട്ടില്ല. രാഹുൽ ഗാന്ധി വയനാട് പാർലമെൻറ്റ് മണ്ഡലത്തിൽ ഏറ്റവും നല്ല ഭൂരിപക്ഷം, കഴിഞ്ഞ വർഷത്തെ പോലെ 4 ലക്ഷമല്ല 5 ലക്ഷത്തിൽ മേലെ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നുള്ള ശുഭപ്രതീക്ഷയിലാണ് ഞങ്ങൾ. അതിനുള്ള പണികളാണ് ഞങ്ങളുടെ പ്രവർത്തകരൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസ് പ്രവർത്തകനാണ്. ഞാൻ കോൺഗ്രസിൻ്റെ പ്രവർത്തകനാണ്. കോൺഗ്രസിൻ്റെ ഒരു വയനാട്ടിൽ ശരിക്കും രാഹുൽ ഗാന്ധി ആരാണ്? വയനാട്ടിൽ രാഹുൽ ഗാന്ധി MP മാത്രമല്ല, ഞങ്ങളുടെ പാർട്ടിൻ്റെ നേതാവ് മാത്രമല്ല, വയനാട്ടിൽ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നടത്തിയ നല്ലൊരു പാർലമെൻറ്റിനാണ് രാഹുൽ ഗാന്ധി. ഇപ്രാവശ്യം ജയിക്കുമോ? ഈ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യത്തെ കഴിഞ്ഞും 1.5 ലക്ഷം അധികം ഭൂരിപക്ഷത്തിന് ജയിക്കുന്ന പ്രതീക്ഷ. ഉറപ്പായിട്ടും 5 ലക്ഷത്തിൽ പരം വോട്ടുകൾക്ക് ഭൂരിപക്ഷത്തിൽ ജയിക്കും. രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജാതി മതഭേദമൊന്നുമില്ലാതെ എല്ലാവർക്കും സഹായങ്ങളും കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന ഒരു ആളാണ് രാഹുൽ ഗാന്ധി. പിന്നെ നമുക്ക് ഓടിച്ചെന്നിട്ട് പറയാൻ പെട്ടെന്ന് പറ്റൂല. ഒന്നാമത് ഇവിടെ ഇല്ലാത്തൊരാളായതുകൊണ്ട് നമുക്ക് ആൾക്കാർ അതും പറയാനുള്ളൊരു സാധ്യത കൂടുതലാണ്. പക്ഷേ പറയാനുള്ള ഓഫീസുകളുണ്ടോ? ഓഫീസുകളുണ്ട്. ഓഫീസ് ഒന്നുള്ളത് നമ്മളെ ആൾക്കാരെ തല്ലിപ്പൊളിച്ചില്ലേ മറ്റേ പാർട്ടിക്കാരും എല്ലാവരും കൂടിയിട്ട്. പിന്നെ ഒരു 6 മാസത്തോളം മൂപ്പരെ അയോഗ്യനാക്കിയിട്ട്. എങ്ങനെയുണ്ട് ആളെന്നാ ചോദിക്കുന്നത്? ആള് സ്വഭാവം കൊണ്ടും ചെയ്യൽ കൊണ്ടും നല്ല വ്യക്തിയാണ്. ഇതോടെ അങ്ങനെ പറയുന്നത് അത് നമ്മൾ കണ്ടു നിൽക്കണോണ്ടാണ്. നല്ല മനുഷ്യനാണോ? നല്ല. നിങ്ങൾ നേരിട്ട് കണ്ടുണ്ടോ? നേരിട്ട് കണ്ടിക്കണ്. സംസാരിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ആളുടെ? ഇവിടെ തന്നെ വന്നിക്കണ്. കേട്ടൊക്കെ നല്ലൊരു സ്വഭാവമാണ്. പിന്നെ അങ്ങനെ പറയാണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു വ്യക്തിയായിട്ടാണ് നമ്മൾ കാണുന്നത്. പിന്നെ ജാതി മതം ഉണ്ടല്ലോ, നമ്മളിപ്പോൾ ജാതിയായിട്ടും മതമായിട്ടുള്ള അങ്ങനത്തെ ഒരു തർക്കും ഇതൊന്നും ഇല്ലാത്തൊരു മനുഷ്യനാണ്. എല്ലാവർക്കും സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ടാണ് നമുക്കൊക്കെ ഇഷ്ടപ്പെടാനുള്ള കാരണം. അതിലൊരു മലയോര ജില്ല എന്നുള്ള നിലക്ക് ആ ജില്ലയുടെ അടിസ്ഥാന വികസന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി വളരെ ആത്മാർത്ഥമായിട്ട് കഴിഞ്ഞ 5 വർഷം പ്രയത്നിച്ചു എന്നത് വയനാട്ടുകാർ സാക്ഷ്യപ്പെടുത്തുന്ന ഒരു യാഥാർത്ഥ്യമാണ്. കഴിഞ്ഞ തവണ ഞാൻ പറയുന്നത് ജനങ്ങളുടെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ ആരോപണം MP ഇവിടെ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ അഭാവത്തിൽ ഇല്ലാത്ത അഭാവത്തിലൂടെ വല്ല വികസന പ്രവർത്തനം നടക്കാതിരുന്നുണ്ടോ എന്നല്ല ചോദ്യം. MP-യുടെ അഭാവം എന്നത് അദ്ദേഹത്തെ ആളുകൾ ഉദ്ദേശിക്കുന്ന സമയത്ത് ഇവിടെ കാണുന്നില്ല എന്നത് യാഥാർത്ഥ്യമാണ്. പക്ഷേ അദ്ദേഹം ഇന്ത്യ എന്ന് പറയുന്നത് നമുക്കൊക്കെ അറിയാം, ലോകത്തിലെ ഏറ്റവും വലിയ ഒരു ജനാധിപത്യ രാജ്യമാണ്. ഒരുപാട് ആളുകളുടെ ജീവത്യാഗം നടത്തിയിട്ട് നേടിയെടുത്ത സ്വാതന്ത്ര്യം, ആ സ്വാതന്ത്ര്യത്തിൽ അധിഷ്ഠിതമായ ഒരു രാജ്യമാണ് ഇന്ത്യ. അപ്പോൾ ആ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യവും ജനാധിപത്യവും ഒക്കെ തകർക്കുന്നതിന് വേണ്ടി ഓടി നടന്ന് രാജ്യത്തിലെ ജനങ്ങളെ ഒന്നിപ്പിക്കുവാനും വെറുപ്പിൻ്റെ കമ്പോളത്തിൽ സ്നേഹത്തിൻ്റെ പുതിയ മേഖലകൾ തുറക്കാനുമൊക്കെയുള്ള വലിയ പരിശ്രമത്തിലായിരുന്നു ശ്രീ രാഹുൽ ഗാന്ധി എന്നത് നമുക്കൊക്കെ അറിയാവുന്നതാണ്. പക്ഷേ അദ്ദേഹം ശാരീരികമായിട്ട് പലപ്പോഴും ഇവിടെ അദ്ദേഹത്തിനെ കണ്ടില്ല എന്നത് ഒരു ആരോപണമായിട്ട് പറയുകയാണെങ്കിൽ പോലും